വറി അബൌട്ട് ഇറ്റ്. നിങ്ങൾ അതിനെപ്പറ്റി ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഇന്ന് കേൾക്കാൻ പോകുന്ന ആ വ്യക്തി നിങ്ങൾ അല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് വേഗത്തിൽ ഒരു വചനത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. എഫേസ്യ ലേഖനം 4:27 ഇപ്രകാരം പറയുന്നു. പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. ഒരുപക്ഷെ ഞാൻ അതാ മുമ്പേ പറഞ്ഞത്, ഒരുപക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തി അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പല പ്രതികൂലവും പ്രതിസന്ധിയും ഒക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടായത്? ഞാൻ പ്രാർത്ഥനയുണ്ടല്ലോ, എന്തുകൊണ്ടായത്? ഓർത്തുകൊള്ളണം, നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാത്തിന്റെ പുറകിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഒരു രാത്രി കൊണ്ട് ദൈവത്തിന്റെ പദ്ധതി അവസാനിക്കുന്നില്ല. രാത്രിയും പകലും കൂടെ ചേർന്നതാണ് ദൈവത്തിന്റെ ഒരു ദിവസം. അല്ലെങ്കിൽ പല ദിവസങ്ങൾ വർഷങ്ങളാകുന്നു, നൂറ്റാണ്ടുകളാകുന്നു. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതിയിൽ ഇരുട്ടും വെളിച്ചവുമുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഈ ചില വിഷയങ്ങൾ, നമ്മൾ ആഗ്രഹിക്കാത്ത ചില വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുന്നെങ്കിൽ വെൽക്കം ബാക്ക്. വീണ്ടും ഒരു കട്ടായി പോയതാ. ഓക്കെ, നമ്മൾ നിരാശപ്പെടേണ്ട ഒരാവശ്യവുമില്ല. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിരാശയും ഭാരവും ഒക്കെ ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ വരും. പക്ഷെ ഭാരപ്പെടേണ്ട, അതിനകത്ത് ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ദൈവം വലിയൊരു ചിത്രകാരനായിരിക്കുമ്പോൾ ആ ക്യാൻവാസിൽ പല നിറങ്ങൾ കാണും. അതിനകത്ത് ഇരുട്ടിന്റെ നിറങ്ങൾ കാണും, വെളിച്ചത്തിന്റെ നിറങ്ങൾ കാണും, ഇരുട്ട് കാണും, രാത്രി കാണും, പകല് കാണും. അതുപോലെ ജീവിതത്തിൽ നിരാശയും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും. ചില സമയത്ത് ചില ദുഃഖത്തിന്റെ അനുഭവം വരും. അതുകൊണ്ട് അത് നമ്മുടെ തകർച്ചയല്ല. ഒരു കാര്യം നമുക്ക് ഉറപ്പാക്കാം, ഏറ്റവും വലിയ മരങ്ങൾ പോലും കാറ്റടിക്കുമ്പോൾ അതിന് ചിലപ്പോൾ ഒന്ന് അനങ്ങിയെന്നിരിക്കും, ചലിച്ചെന്നിരിക്കും, പക്ഷെ അത് വേര് പറഞ്ഞു പോകത്തില്ല. കാര്യം വേര് ആഴത്തിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഏത് വലിയ മരത്തും പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് ആഴത്തിലിറങ്ങിയ ഒരു വേരുണ്ട്. നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളെ ഇളക്കുന്നുണ്ടാകും, ചോദിപ്പിക്കുന്നുണ്ടായിരിക്കും, സംശയിപ്പിക്കുന്നു. പേടിക്കേണ്ട, വേര് താഴോട്ടുണ്ടോ എന്നുള്ള അനുഭവങ്ങൾ ഒന്ന് നിന്നാ മതി. വേര് താഴോട്ടുണ്ടോ? അതാ ഞാൻ മുമ്പേ പറഞ്ഞത്. പലപ്പോഴും നമ്മൾ അറിയാതെ പോലും സാഹചര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കും, ചുറ്റുപാടുകൾ നമ്മളെ സ്വാധീനിക്കും. നിരാശയുടെ നമ്മുടെ കൂടെ നിന്ന് പറയുന്നവരുടെ വാക്കുകൾ നമ്മളെ സ്വാധീനിക്കും. നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് പറയും, ഓ, എന്റെ ജീവിതത്തിൽ ഇനിയും ഒരു വിടുതലൊന്നും ഇല്ലെന്ന് തോന്നുന്നു, ഇനി ഞാൻ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ എന്റെ ജീവിതം നശിച്ചെന്നാ തോന്നുന്നത്, ഞാൻ ഒരിക്കലും എനിക്ക് ഉയർച്ച പ്രാപിക്കുന്നത്. സാഹചര്യങ്ങൾ നമ്മളെ സ്വാധീനം ചെയ്യുന്നു. അതാണ് നമ്മൾ ആദ്യം വായിച്ചത്. എഫേസ്യ ലേഖനം 4:27 പറഞ്ഞു, പിശാചിന് ഇടം കൊടുക്കരുത്. അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിരന്തരം കേട്ടുകൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ അസാധ്യമെന്ന് കരുതുന്ന അനുഭവങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അതിന് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനമുണ്ട്. ഒരു കാര്യം ഉറപ്പുണ്ട്, നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന വിത്ത് എന്തായാലും വളരും. ഏത് വിത്താണെങ്കിലും വെള്ളം നിരന്തരം ഒഴിച്ചു കൊടുത്താൽ അതിനൊരു വളർച്ച ഉണ്ടാവും. നിങ്ങൾ നിരാശ, ഭയം, ഭാരം ഇത് തന്നെ കേട്ടുകൊണ്ട് അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ? നിങ്ങൾ പോലും അറിയാതെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. നമുക്കൊരു ഭാഗം ഒന്ന് വായിക്കാം. അത് ഞാൻ ആ ഭാഗം ഒന്ന് എടുത്തോട്ടെ. സദൃശ്യവാക്യങ്ങൾ 4:23 പറയുന്നത്. നമുക്ക് ശ്രദ്ധിക്കാം. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. സകല ജാഗ്രതയും കൂടെ എന്റെ കൂടെ ചേർന്ന് പറഞ്ഞേ. സകല ജാഗ്രതയുടെ കൂടെ നിന്നെ സൂക്ഷിക്കാനല്ല, നീ നിന്റെ സാഹചര്യം സൂക്ഷിക്കാനല്ല പറഞ്ഞു, നിന്റെ ഹൃദയത്തെ സൂക്ഷിച്ചുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ ഈ ലോകത്തിൽ കാണുന്ന എല്ലാ അനുഗ്രഹങ്ങളുടെ ആരംഭം നമ്മുടെ ഹൃദയത്തിൽ. അതുപോലെ തന്നെ ലോകത്തിലെ എല്ലാ തകർച്ചകളുടെയും ആരംഭം നമ്മുടെ ഹൃദയത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന എന്താണെന്ന് നമ്മൾ ശ്രദ്ധിച്ചോണം. നമ്മൾ പോലും അറിയാതെ, അതാ ഞാൻ ആദ്യം പറഞ്ഞത്, പിശാചിന് ഇടം കൊടുക്കുക. അപ്പൊ പിശാചെന്ന് പറയുന്നത് എന്താ? നെഗറ്റീവ് ചിന്തകളാണ്. ദൈവത്തിന് അസാധ്യമായ ചിന്തകൾ വല്ലതും ഉണ്ടോ? നടക്കത്തില്ലെന്ന് ദൈവം ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് സംഭവം, ഇത് എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇന്നും ടൈം അലോൺ വിത്ത് ഗോഡിന്റെ ചെയ്തവർക്കറിയാം. അതിനകത്ത് എഴുതിയിരിക്കുന്നത് തന്നെ, നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഒരു ദൈവവിശ്വാസി എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ. അപ്പോൾ അവനൊരു ഉറപ്പുണ്ട്, എന്റെ സാഹചര്യം ഇപ്പം ചില വിഷമകരമാണ്, സംശയിപ്പിക്കുന്നതാണ്, ഭയപ്പെടുന്നതാണ്, പക്ഷെ ഇത് മാറും. കാര്യം ഞാൻ ദൈവത്തെയാണ് എന്റെ ജീവിതം ഏൽപ്പിച്ചേക്കുന്നത്. എന്റെ കുടുംബത്തെ ഞാൻ ദൈവത്തിന്റെ കരങ്ങളിലാണ് ഏൽപ്പിച്ചത്. എന്റെ കുഞ്ഞുങ്ങളെ ദൈവകരത്തിലാണ് ഏൽപ്പിക്കും. പല ചോദ്യചിഹ്നങ്ങളും ഒക്കെ കാണുമെന്നേ,
ഒന്നുകൂടെ വിളിച്ച് പറ, വെള്ളം ഒഴിക്കാതെ അതേ കിടന്ന് വെള്ളം ഒഴിക്കാതെ, നിരാശയെ വെള്ളം ഒഴിക്കാതെ, ഭാരത്തെ വെള്ളം ഒഴിക്കാതെ, അതങ്ങ് വളർന്നു പോകും. നിങ്ങളുടെ പ്രശ്നത്തെ വെള്ളം ഒഴിക്കരുത്, പകരം ദൈവത്തിന്റെ വാഗ്ദത്തത്തെ വേണം വെള്ളം ഒഴിക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ ലൈവായിട്ടൊക്കെ വരുന്നത്. നമ്മൾ വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതിനുവേണ്ടി. ഒന്നുകൂടെ വിളിച്ചു പറ, ആവശ്യമില്ലാത്തതിലൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇന്ന് പിന്നെ കുടുംബജീവിതത്തിൽ ഇരിക്കുന്നവരുടെ ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരു പാത്രം ഒരുമിച്ച് പിടിച്ച് വെള്ളം ഒഴിക്കണേ. ഒരാള് നെഗറ്റീവിലും ഒരാൾ പോസിറ്റീവിലും വെള്ളം ഒഴിച്ചാൽ തീർച്ചയായിട്ടും പോസിറ്റീവിന് അതിന്റെ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവും, പക്ഷെ കാലതാമസം എടുക്കും. പക്ഷെ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒന്ന് വെള്ളം ഒഴിച്ചത്. ഇന്ന് രാവിലെ ഇപ്പം അത് പറയുമ്പോൾ തന്നെ ഈ ക്യാമറ എനിക്ക് തിരിക്കാൻ പറ്റുന്നില്ല. ഇതിപ്പോ ഞങ്ങൾ ഇടിച്ചു കയറി തള്ളി ഇരുന്ന ഇത് ലൈവ് ചെയ്യുന്നു. ഒന്നുകൂടെ അതല്ലേ മലയാളത്തിൽ പറയുന്നത്, ഒരുമയുണ്ടെങ്കിൽ ഒലക്കപ്പുറത്തും കിടക്കാം. അതിന്റെ ഒരു തെളിവും കൂടെ. ഒരുമയുണ്ടെങ്കിൽ അതാ ഇടിച്ചു കയറി നിന്ന് ഞങ്ങൾ ചെയ്യുന്നു. അപ്പോ ഇത്രയേ ഉള്ളൂ, ഒരുമിച്ച് വെള്ളം ഒഴിക്കണം. കയ്യിലൊക്കെ ഒന്ന് പിടിച്ചിട്ട് പറഞ്ഞത് നമുക്ക് ഇന്നു തൊട്ട് നമ്മുടെ ജീവിതത്തിൽ നിരാശയിലും ഭാരത്തിലും ഭയത്തിലും സംശയത്തിലും അസാധ്യമെന്ന് പറയുന്നതിലല്ല വെള്ളം ഒഴിക്കേണ്ടത്. ദൈവത്തിന്റെ വാഗ്ദത്തം എന്താ? നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. നീ വാലല്ല, നീ തലയായിത്തീരും. നിന്നെ ഞാൻ അനുഗ്രഹിക്കാമെന്ന് ദൈവം പറയാം. നീ എന്റെ കൂടെ നിന്നു, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. അപ്പം ദൈവത്തിന്റെ കൂടെ നിൽക്കണം, എങ്കിലേ ദൈവത്തിന്റെ അനുഗ്രഹം വരാൻ പറ്റത്തുള്ളൂ. അപ്പൊ വേഗത്തിൽ വീണ്ടും ഞാൻ പറയാണ്, ചില കുലുക്കങ്ങളും ചില പതർച്ചകളും ഒക്കെ വരുന്നത് നിന്റെ വേരെത്ര ആഴത്തിലാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു അവസരം മാത്രമേ ഉള്ളൂ. അല്ല നിന്നെ കുലുക്കിയെടുത്ത് ദൂരെ കളയത്തൊന്നുമില്ല. അപ്പോ വേഗത്തിൽ നമ്മൾ ചില ഭാഗങ്ങൾ മാത്രം വായിച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാ ഹൃദയത്തിലാ ചിന്ത വരുന്നത്. ഒന്നുകൂടെ പറഞ്ഞ്, ഹൃദയത്തെ സൂക്ഷിക്കേണ്ടത്, ഹൃദയത്തെ ചിന്തിക്കേണ്ടത്. നമ്മുടെ ചിന്തകൾ വാക്കുകളായിട്ട് രൂപാന്തരപ്പെടും. വളരെ ശ്രദ്ധിച്ചോണം. ഇത് വളരെ 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 അണ്ടർലൈൻ ചെയ്ത് എഴുതിക്കോണം. ഇത് നിങ്ങളുടെ കയ്യിലോട്ടൊന്ന് വരച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ടൊന്ന് ഞെക്കി പിടിച്ചിട്ട് ഇത് കേട്ടോണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ ചിന്തകൾ വാക്കുകളായി രൂപാന്തരപ്പെടും. ഓക്കെ, എഗ്രി. വാക്കുകൾ നിങ്ങളുടെ പ്രവൃത്തികളായിട്ട് മാറും. നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾക്ക് അനുസൃതമായിട്ടായിരിക്കും നിങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നത്. നിങ്ങളുടെ പ്രവൃത്തിക്ക് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ക്യാരക്ടർ ഫോം ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ സ്വഭാവം ഫോം ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ സ്വഭാവം. അപ്പോൾ തുടക്കം ഇവിടെ ഹൃദയത്തിലെ ചിന്തകൾ വാക്കുകളാക്കും, വാക്കുകൾ പ്രവൃത്തികൾ കൊണ്ടുവരും, പ്രവൃത്തിയിൽ നിന്നും അത് ക്യാരക്ടർ ആവും, ഹാബിറ്റ് ആവും, നമ്മുടെ സ്വഭാവമായിട്ട് മാറും. ഈ സ്വഭാവമാണ് നമ്മുടെ ഡെസ്റ്റിനിയെ, നമ്മൾ എവിടെ ചെല്ലണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ സ്വഭാവം. അപ്പോൾ ഇത് ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഞാൻ അതുകൂടെ ഒന്ന് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 4:8 പൗലോസ് അപ്പോസ്തലൻ സഭയോട് പറയാം. സഭയെന്ന് പറഞ്ഞാൽ എല്ലാവരും തികഞ്ഞവരൊന്നുമല്ലേ, നമ്മൾ തികഞ്ഞുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും വചനം കേട്ട് റോമാലേഖനം 12 പറയുന്ന 1-2 പറയുന്ന പോലെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക. ദിവസം തോറും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. കാര്യം സഭ പൂർണ്ണരല്ല, സഭയുടെ ഉടയവൻ പൂർണ്ണന, യേശുക്രിസ്തു പൂർണ്ണന. പക്ഷെ സഭ നാൾക്കുനാൾ ആ വിശുദ്ധിയിലേക്ക് നടക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും വിശുദ്ധി കളിച്ചാൽ അത് വെറുതെയാണ്. ഈ ഭൂമിയിൽ നമ്മൾ മാറ്റപ്പെടും വരെ ദൈവത്തിന്റെ വിശുദ്ധി നമുക്ക് ലഭിക്കത്തില്ല. ദൈവം തന്ന വിശുദ്ധിയേ ഉള്ളൂ. നമുക്ക് നേടിയെടുക്കുന്ന വിശുദ്ധിയിൽ നിൽക്കാൻ ഞാൻ വസ്ത്രവിധാനത്തിലോ സംസാരത്തിലോ ഭാവത്തിലോ ഒന്നും വിശുദ്ധി കളിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. നമ്മൾ ഈ ലോകത്തിൽ ഇവിടുന്ന് മാറ്റപ്പെടും വരെ നമ്മൾ സാധാരണ മനുഷ്യർ തന്നെയാണ്. പക്ഷെ ദിവസം തോറും മിനിറ്റ് തോറും ഈ വചനം അനുസരിച്ച് ദൈവകൃപയിൽ നിന്ന് പ്രാർത്ഥനയിൽ നമ്മൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഒരു വിശുദ്ധനുമല്ല. എന്റെ തലയുടെ ചുറ്റും നിങ്ങൾക്ക് വല്ല വളയം വല്ലതും കാണാൻ പറ്റും. 25 വർഷമായി വിശ്വാസ ജീവിതത്തിൽ ശുശ്രൂഷ നിൽക്കുന്നു. വളയം വല്ലതും കാണാൻ പറ്റുന്നു? ഒരു വളയവും ഇല്ല. ഞാൻ വെറും മനുഷ്യനാണ്. നിങ്ങളും വെറും മനുഷ്യൻ. എനിക്ക് ഒരു പ്രോഫിറ്റിക്കലി പറയാം, എത്ര വലിയ ദേവദാസനും വെറും മനുഷ്യന്. ചില സമയമെങ്കിലും ജഡസ്വഭാവം തല ഉയർത്തും. അനുഭവമുള്ളവര് കമന്റ് ഒന്നും ചെയ്യേണ്ട, എനിക്കറിയാം ഉണ്ടെന്ന്. കാര്യം എനിക്ക് ഉണ്ടാകാറുണ്ട്, നിങ്ങൾക്കും ഉണ്ടെന്നുള്ള കാര്യം 100% എനിക്കറിയാം. ഒന്നുകൂടെ വിളിച്ച് പറഞ്ഞിട്ട്, വിശുദ്ധി കളിക്കാനുള്ളതല്ല, ദൈവം തന്ന വിശുദ്ധിയിൽ നമ്മൾ ദിനം തോറും രൂപാന്തരപ്പെടുത്തും. പക്ഷെ എന്റെ ശുശ്രൂഷയും എന്റെ വെളിയിലോട്ട് ഞാൻ പറയുന്ന വാക്കുകളും എന്റെ ഇടപാടുകളും കണ്ടിട്ട് മറ്റുള്ളവർ ചിന്തിക്കും, ഇപ്പം ഭയങ്കര വിശുദ്ധന. വെറും വിശുദ്ധി, വെറുതെയാ. സമയം കിട്ടിയാൽ ജഡം വെളി വരും, അവസരം കിട്ടിയാൽ ജഡം വെളി വരും. 100%. ഒരു വിശുദ്ധനുമില്ല, ഒരു മധ്യസ്ഥനും
മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക മധ്യസ്ഥൻ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ഈ ഭൂമിയിലുള്ള ഒരുത്തനും മധ്യസ്ഥനായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. കാര്യം എല്ലാവരും ജഡ സ്വഭാവം. അല്ലെങ്കിൽ ഇതിനകത്തുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്ന അനേകർ കേൾക്കുന്നുണ്ട്. സുവിശേഷമുത്ത് സഹോദരൻ സ്വോത്രം. ഞാൻ സാക്ഷ്യങ്ങൾ ഒക്കെ ഒന്ന് പറയാം. ഷൈനി സിസ്റ്റർ ഉണ്ട്, പുഷ്പ സെൽവരാജ് സിസ്റ്റർ, പുഷ്പ സിസ്റ്റർ ഉണ്ട്, ഷൈനി സിസ്റ്റർ, അനേകർ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നിങ്ങൾ വിശുദ്ധരാണ്? നിങ്ങൾക്ക് വിശുദ്ധരാണെന്ന് പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തു. എനിക്ക് നിങ്ങളെ വന്നൊന്ന് കണ്ട് എനിക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കാം. ഞാൻ വിശുദ്ധനല്ല, ഒരിക്കലും വിശുദ്ധനല്ല. ഈ ലൈവ് കഴിയുമ്പോൾ ചിലപ്പോൾ എന്റെ സ്വഭാവം എന്താണെന്ന് മിനി അറിയാം. ഒരു വിശുദ്ധനെ ഒന്നുകൂടെ വിളിച്ചു പറയും, ഒരു വിശുദ്ധിയും കളിക്കണ്ട. ദൈവം തന്ന വിശുദ്ധിയിലല്ലാതെ ഞാൻ വീണ്ടും പറയും, 25 വർഷത്തെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി വിശുദ്ധന്മാരെന്ന് പറയുന്നവരെ കണ്ടിട്ടുണ്ട്. വെറുതെയാ. നിങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യനിൽ ആശ്രയം വെച്ചിട്ടുണ്ട്, വെറുതെയാ. ഷാജി ബ്രദറിൽ നിങ്ങൾ ആശ്രയം വെച്ചിട്ടുണ്ട്, വെറുതെയാ, വിശുദ്ധനല്ല. ഞാൻ ഇപ്പൊ വേഗത്തിൽ ഞാൻ പറയട്ടെ. പക്ഷെ തുടക്കം മുഴുവൻ ഹൃദയത്തിൽ നിന്ന് അത് ഒന്നുകൂടെ ഒന്ന് വായിച്ച് സദൃശ്യവാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളണം. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തകളെ നമ്മൾ നിയന്ത്രിക്കാൻ പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എഫെസ്യ ലേഖനം 4:27 പറഞ്ഞു, പിശാചിന് ഇടം കൊടുക്കലെന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിച്ചു, അയ്യോ ഏത് വാതിൽ വഴിയാ, ജനൽ വഴിയാ പിശാച് കയറുന്നത്? ഒന്നുകൂടെ പറയാം, ജനൽ വഴിയും വാതിൽ വഴിയും തന്ത്രങ്ങൾ വഴിയും നടന്നു കയറുന്ന പിശാചല്ല, ഹൃദയത്തിൽ കൂടെയാ. ഒരു ചിന്ത മതി. ആ ഹവ്വ എല്ലാ അനുഗ്രഹങ്ങളോട് ഇരുന്നപ്പം പിശാച് വേലിയെ കൂടെ വലിഞ്ഞിറങ്ങി വന്ന ഒരു വിര പോലുള്ള ഒരു പിശാച്, വിര പോലുള്ള ഒരു പാമ്പിൽ കൂടിയാ ഹവ്വയോട് സംസാരിച്ചത്. വലിയ ഒരു സർപ്പമായിട്ട് വന്നാലേ ഹവ്വ ഓടിയനേവായിരുന്നു. അതുകൊണ്ട് പിശാച് ഏറ്റവും സിമ്പിളായിട്ട് ഒരു വിര പോലെ വന്നിട്ട് ഒരു വാക്ക് പറഞ്ഞതാ നമ്മൾ ആ ഏദൻ തോട്ടത്തിൽ നിന്ന് വെളി വരേണ്ടി വന്നത്. ഒന്ന് ദുഃഖഭാഗത്തിൽ പറഞ്ഞ അതുകൊണ്ടാണ് ഏദൻ തോട്ടത്തിൽ നിന്ന് വെളി വരേണ്ടി വന്നത്. ഒരു വരയാ തുടക്കം. ഒന്ന് എന്നെ കേൾക്കുന്ന ഇപ്പൊ തന്നെ നിങ്ങളുടെ ചിന്തയിലോട്ട് ചില വ്യക്തികളൊക്കെ വരുന്നുണ്ടല്ലോ, വര പോലെ വന്ന് നിങ്ങളെ മറിച്ച് കളയാൻ വന്ന ചിലരുണ്ട്, നിങ്ങളുടെ വിശ്വാസം തകർത്ത് കളയാൻ. സൂക്ഷിച്ചോണം, വര പോലെ വരത്തുള്ളൂ, വര പോലെ ഉള്ളൂ. പക്ഷെ അതാണ് നമ്മുടെ നിത്യതയോളം പോലും നഷ്ടപ്പെടുന്ന അനുഭവം അവിടെ കൊണ്ടു. ഞാൻ വേഗത്തിൽ പറയട്ടെ, ഒന്നുകൂടെ പറ, ഹൃദയത്തെയാണ് ജാഗ്രതയോടെ സൂക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞേ, അങ്ങനെ ഒരു വ്യക്തി നിങ്ങളല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹൃദയത്തിൽ കയ്പും കുന്നായ്മയും കുറ്റവും ദൂഷണവും പകയും വിദ്വേഷവും നിന്നയും മറ്റുള്ളവരെ ദോഷവും വെച്ചുകൊണ്ടിരുന്നിട്ട് നന്നാകാൻ ശ്രമിക്കേണ്ട. നന്നാകത്തില്ല. കാര്യം നിന്റെ ചിന്തകൾ നിന്റെ വാക്കുകളായി മാറും, വാക്കുകൾ പ്രവൃത്തിയായി മാറും, പ്രവൃത്തി സ്വഭാവമായിട്ട് മാറും. ആ സ്വഭാവമാണ് നിന്റെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി അനുഗ്രഹങ്ങളെല്ലാം ഒരു വീട്ടിൽ പെയിന്റ് അടിച്ചതുകൊണ്ട് വരുന്നില്ല. വീട്ടിൽ പെയിന്റ് അടിച്ചതുകൊണ്ടോ വീട്ടിൽ വലിയ ദൈവകൃപയിൽ ഞാൻ ആശ്രയിക്കുന്നുള്ള പാട്ട് വെച്ചതുകൊണ്ടോ അനുഗ്രഹം വരത്തില്ല. അവിടെയുള്ള വ്യക്തികളെയാണ് അനുഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നത്. അനുഗ്രഹങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് അങ്ങനെ അവിടെയുള്ള വ്യക്തികളെ. ആ വ്യക്തി സ്വഭാവത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു വ്യക്തി അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സാഹചര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു കുഴപ്പമില്ല. പക്ഷെ അതിലുപരി അവനവനിൽ ഇൻവെസ്റ്റ് ചെയ്യണം. നമുക്കൊന്ന് രൂപാന്തരപ്പെടണം. ഇന്നൊന്ന് പറഞ്ഞേ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഇന്ന് ഒന്ന് തീരുമാനമെടുക്കണം. എന്റെ ഹൃദയത്തെ ഞാൻ സൂക്ഷിക്കണം, ചിന്തകളെ ഞാനൊന്ന് സൂക്ഷിക്കണം. ഞാൻ പറയുന്നത് വളരെ ഭീകരമായ ഒരു അനുഭവം. അവിടെ ഞാൻ ആദ്യം പറഞ്ഞു, ആ വ്യക്തി നിങ്ങളല്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ജർമ്മനിയിലാണോ അമേരിക്കയിലാണോ ഒരു നേഴ്സ് 39 കുഞ്ഞുങ്ങളെയാ നിർദ്ദയം കൊന്നുകളഞ്ഞത്. തങ്ങളുടെ മുമ്പിൽ വന്ന നിസ്സഹായരായ 39 കുഞ്ഞുങ്ങളെ അവർ കൊന്നുകളഞ്ഞു. എങ്ങനെ, ഞാൻ ടെക്നിക്കൊന്നും ഞാൻ പറഞ്ഞു, ഞാൻ കേട്ട ടെക്നിക്കൊന്നും ഞാൻ പറഞ്ഞു തരത്തില്ല. സ്വന്തം കുഞ്ഞുങ്ങളെ, കാര്യം ഇവിടെ മോശമൊന്നുമല്ല. കോവളത്ത് പാറക്കട്ടേന്ന് എടുത്ത് അമ്മ കുഞ്ഞിനെ എടുത്ത് എറിയുന്നതൊക്കെ നമ്മൾ കണ്ടു, ലൈവായിട്ട് തന്നെ കണ്ടു. നമ്മൾ മോശക്കാരൊന്നുമല്ല. ഒരു കാമ്പുവിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി കുഞ്ഞിനെ കൊന്നുകളഞ്ഞ അമ്മമാരൊക്കെ ഉണ്ട്. നമ്മൾ മോശക്കാരൊന്നുമല്ല. അമേരിക്കയിലും ജർമ്മനിയൊന്നും പറയണ്ട. ആ സ്ത്രീ നേഴ്സാണ്, 39 കുഞ്ഞുങ്ങളെയാ കൊന്നുകളഞ്ഞു. അവസാനം അവര് സൂയിസൈഡ് ചെയ്തു. അപ്പൊ അവിടെ അതുവരെ ആർക്കും പിടികിട്ടിയില്ല. അതാ ഏറ്റവും വലിയ, അതുവരെ പിടികിട്ടി. പക്ഷെ ഇവിടെ സൂയിസൈഡ് നോട്ടിൽ അവർ എഴുതിയിരിക്കുക, എനിക്ക് പശ്ചാത്താപമൊന്നുമില്ല, ഞാനൊരു പിശാചാണ്. അവൾ എഴുതിയിരിക്കുക, സൂയിസൈഡ് നോട്ടിൽ ഇരിക്കുക, എനിക്ക് പശ്ചാത്താപമില്ല, ഞാനൊരു പിശാചാണ്. ഒരു സ്ത്രീ പറഞ്ഞിരിക്കുക പിശാചാണെന്ന്. ഇന്നെന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, എഫെസ്യ ലേഖനം 4:27 മാർക്കല്ല, പിശാചിന് ഇടം കൊടുക്കരുത്. ഒരു ചെറിയ ചിന്തയിൽ കൂടെ
ഈ പിശാച് നമ്മുടെ മുഴുവൻ ആളത്വത്തെയും കീഴ്പ്പെടുത്താം, മുഴുവൻ ആളത്വത്തെയും കീഴ്പ്പെടുത്താം. നമ്മുടെ ജീവിതത്തെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കാം. ഇന്ന് അവസാനിപ്പിച്ചോണം വേണ്ടാത്ത ചിന്തകൾ, അവിടെ കട്ട് ചെയ്തോണം, അത് കട്ട് ചെയ്തോണം. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് പറട്ടെ, എന്തുകൊണ്ടാ ബ്രദറെ വിഷയങ്ങൾ മാറാത്തെ, പ്രയാസം മാറാത്തെ? ഞാൻ വീണ്ടും പറയാം, ഈ ദൈവമെന്ന് പറയുന്ന ചിത്രകാരൻ വരയ്ക്കുന്ന ആ ക്യാൻവാസിലെ നിറങ്ങളാണ് നമ്മുടെ ജീവിതാനുഭവങ്ങൾ. വെള്ള കളർ മാത്രം പെയിന്റ് അടിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ചിത്രകാരൻ വരയ്ക്കും, അതിനകത്ത് ചുമപ്പ് കാണും, നീല കാണും, കറുപ്പ് കാണും. ഒന്നുകൂടെ പറഞ്ഞിട്ട് എന്റെ ജീവിതത്തിലെ അനുഭവങ്ങളൊക്കെ ഇതാണ്. രാജാ രവിവർമ്മയുടെ പെയിന്റിങ്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ വെള്ള കളർ വെച്ചിട്ടാണ് അടിച്ചേക്കുന്നത്, എല്ലാ കളറും ഉണ്ട്. ഒന്നുകൂടെ പറഞ്ഞിട്ട് ഒരു വിശ്വാസി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാ കളറും കാണും, എല്ലാ കളറും. സന്തോഷം കാണും, സമാധാനം കാണും, പിന്നെ നിറവ് കാണും, ചില സമയത്ത് ചില ചോദ്യചിഹ്നങ്ങൾ കാണും, ചില സമയത്ത് ചില സംശയങ്ങൾ കാണും, ചിലപ്പോൾ ചില ഭീതി കയറിയും തിരിക്കും, ഭയം കയറിയും തിരിക്കും. പക്ഷെ അതിനെ അതിജീവിച്ച് ഫിലിപ്പിയ ലേഖനം 4:6 പറയുന്നതിന് ഒന്നിനെ പറ്റിയും വിചാരപ്പെടണ്ട, അപ്പൊ സഭ വിചാരപ്പെടുന്നവരുണ്ടല്ലേ? ഫിലിപ്പിയ സഭയ്ക്കല്ലേ എഴുതിയത്, വീണ്ടും ജനിച്ച ദൈവമക്കൾക്കല്ലേ എഴുതിയത്. അപ്പൊ സഭയും വിചാരപ്പെടും. അവിടെ അവരോടാ പറഞ്ഞു, ഒന്നും വിചാരപ്പെടേണ്ട, നിനക്ക് ഞാൻ കർത്താവായിട്ടുണ്ട്. പക്ഷെ അനുഭവങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ നിന്റെ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ ഞാൻ എന്റെ സമാധാനം നിനക്ക് തരും. ഇന്ന് പറയട്ടെ, ഹൃദയത്തെ സകല ജാഗ്രതയോടും കൂടി ഒന്നുകൂടെ വായിച്ചേ. ഹൃദയത്തെ സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ഒന്നുകൂടെ പറ, സകല ജാഗ്രതയോടും കൂടെ. ഭാര്യയും ഭർത്താവും ഒരുമിച്ചാകണം, രണ്ടു വഴിക്ക് പോകല്ല്. ഒരു 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 എന്തുകൊണ്ടാ ബസ്സിന് ഒറ്റ സ്റ്റിയറിംഗ് എന്തിനാ കൊടുത്തത്? ഒരാളാണ് നിയന്ത്രിക്കേണ്ടത്, ഒറ്റ മനസ്സോടെ നിയന്ത്രിക്കണം. അല്ലെ ഡ്രൈവർ വലത്തോട്ടും പിടിക്കും, കണ്ടക്ടർക്ക് ഒരു സ്റ്റിയറിംഗ് ഉണ്ടെ പുള്ളി ഇടത്തോട്ടും പിടിച്ചാൽ വണ്ടി അങ്ങോട്ട് പോകും. പല കുടുംബങ്ങളും തട്ടി നിൽക്കുന്ന അങ്ങനെ, ഭാര്യയും ഭർത്താവും. ഇന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, നിങ്ങളിത് ഷെയർ ചെയ്യണം, ഇത് ആർക്കെങ്കിലും പ്രയോജനമായി തീരട്ടെ. ഒരു 10, 300, 320 ഷെയറിംഗ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്, ഈ ദിവസങ്ങളിലൊക്കെ വരുന്നുണ്ട്. ഐ ആം വെരി ഹാപ്പി. നിങ്ങൾ ഷെയർ ചെയ്യുന്നു, നിങ്ങൾക്കത് അനുഗ്രഹമായി. നിങ്ങൾ റെസ്പോണ്ട് ചെയ്താലും ഇല്ലേലും ഇത് മോണിറ്റൈസേഷന് വേണ്ടി ഞാൻ നടത്തുന്നതല്ല, ഏതായത് ഫേസ്ബുക്ക് പൈസയ്ക്ക് വേണ്ടി നടത്തുന്നതല്ല. ഇത് അനേകർ എന്നെ വാട്സാപ്പിൽ വിളിക്കുന്നുണ്ട്, വിവിധ രാജ്യങ്ങളിൽ നിന്നും എനിക്ക് മെസ്സേജ് ഇടുന്നുണ്ട്, അവരുടെ ജീവിതത്തിൽ ഇത് അനുഗ്രഹമായെന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ മോണിറ്റൈസേഷനേക്കാളും വലുത്. അതുകൊണ്ട് അപ്പോ ഞാൻ വേഗത്തിൽ അതിലേക്ക് പോട്ടെ. സകല ജാഗ്രതയും കൂടെ ഹൃദയത്തെ സൂക്ഷിച്ചു കൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ദൈവം തമ്പുരാൻ പറയുക. അടുത്തത് ഫിലിപ്പിയ ലേഖനം 4:8 ഒന്ന് വായിച്ചേ. ഒടുവിൽ സഹോദരന്മാരെ സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുക. ഇത് മുഴുവൻ പറഞ്ഞിട്ട് പ്രവർത്തിക്കാനല്ല ആദ്യം പറഞ്ഞത്, ചിന്തിക്കാനാ പറഞ്ഞത്. ചിന്തയിൽ നിന്നും വാക്കുകൾ ഉണ്ടാവും, വാക്കുകളിൽ നിന്ന് പ്രവൃത്തി ഉണ്ടാവും, പ്രവൃത്തിയിൽ നിന്നും ക്യാരക്ടറാവും, ക്യാരക്ടറിൽ നിന്നും നിന്റെ ഡെസ്റ്റിനിയിലേക്ക്, നിന്റെ ജീവിത വിജയം അവിടെ ആയിരിക്കും. പക്ഷെ തുടക്കം ചിന്തയില. നിന്നെ കേൾക്കുന്നവരുടെ ചിന്തകൾ, അയ്യോ ബ്രദറെ, ചിന്തകളെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? ഒറ്റ കാര്യമേ ഉള്ളൂ. മർക്കോസിന്റെ സുവിശേഷം 16:17 അപ്പൊ പിശാചിന്റെ ചിന്തകൾ, നല്ല ചിന്തകളെ വെച്ചേക്കണേ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ചിന്തിക്കുന്നത് അതിലിരുന്നോണം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, കുഞ്ഞുങ്ങളെ പറ്റി, കുടുംബത്തെ പറ്റി പറഞ്ഞ വാഗ്ദത്തങ്ങളൊക്കെ പിടിച്ചോണം, വചനത്തിലുള്ളത് പിടിച്ചോണം. അതൊക്കെ ചിന്തിച്ചോളി. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, വെള്ളം ഒഴിക്കുന്ന വിത്തേ വളരത്തുള്ളൂ, വെള്ളം ഒഴിക്കുന്ന വിത്ത്. അപ്പോൾ സംശയം, ഭാരം, നിരാശ, പക, വിദ്വേഷത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ അതിങ്ങ് വളർന്നു കയറും. ഇല്ല, ദൈവത്തിന്റെ വാഗ്ദത്തം, സന്തോഷം, സമാധാനം, കൂട്ടായ്മ, സ്നേഹം, വിശ്വസ്തത, പരോപകാരം, ഇന്ദ്രിയജയം, സൗമ്യത, ഇതിലോട്ടൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തേ അത് വളരും. അത് വളർന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരും. അപ്പൊ നമ്മുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ മതി, ഈ വ്യക്തി ആത്മീയനാണോ അല്ലയോ എന്ന്. പ്രസംഗം കേട്ടോണ്ടല്ലേ, എന്റെ പ്രസംഗം ഞായറാഴ്ച നല്ല പ്രസംഗമൊക്കെ പ്രസംഗിക്കും, പക്ഷെ തിങ്കളാഴ്ച എന്റെ വാക്കൊന്ന് പതിയെ ശ്രദ്ധിച്ചോണം. ചില സഹോദരന്മാർ പറയും, സഹോദരാ ഞങ്ങൾ വീട്ടിൽ വന്ന് പതുങ്ങിയിരിക്കട്ടെ, ഇത് തന്നെയാണോ, ഈ പറയുന്ന ആള് തന്നെയാണോ അവിടെ? ഞാൻ വേണ്ടി പതുങ്ങി വരുന്നത് കൊള്ളാം, എന്നെ അറിയിച്ചിട്ടേ വരാം, എന്തിലേ എനിക്ക് അതനുസരിച്ച് വാക്കുകൾ പറയാൻ പറ്റും. ചിലപ്പോൾ ഞാൻ വീട്ടിലൊക്കെ വ്യത്യസ്തനായിട്ടോ, അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയും, ഒരു വിശുദ്ധനുമില്ല. എല്ലാവരും ചില സമയമെങ്കിലും ജഡസ്വഭാവം വെളിവരും. പക്ഷേ നമ്മൾ നിരന്തരം ഏത് ഭാവത്തിൽ ഇരിക്കുന്നോ അതാണ് നമ്മുടെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഒരു അയ്യോ ബ്രദറെ, ഇന്ന് ഞാൻ രാവിലെ കോപിച്ചു, സാരമില്ല, ആ കോപിച്ചെടുത്ത് ഒന്നുകൂടുന്ന സന്തോഷം ഒന്ന് പ്രകടിപ്പിച്ച് ആ സന്തോഷവും സമാധാനം വിട്ടുകളയേണ്ടതൊക്കെ വിട്ടുകളാം, കയ്പ് പകയൊക്കെ ഒന്ന് വിട്ടുകളാം. നമ്മുടെ സ്വഭാവം മാറും. സ്വഭാവം മാറിയാൽ
100% ദൈവത്തിന്റെ അനുഗ്രഹം. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും എല്ലാം സൽകീർത്തിയായതൊക്കെയും ചിന്തിച്ചുകൊള്ളുവീൻ. അപ്പൊ ഇന്നത്തെ ട്രെയിനിങ് സെഷനാണ്. ഇന്ന് ചിന്തിച്ചോണം. നിങ്ങൾ വെളിയിലോട്ട് ഇറങ്ങാൻ പോവാ. ഇപ്പൊ 8:41 ഇന്ത്യയിലെ സമയം 8:40 വെളിയിലോട്ട് ഇറങ്ങാൻ പോവാ. ഇന്ന് പല കാര്യങ്ങളും നിങ്ങൾക്ക് പൈസ തരാനുള്ള ഒരു തരത്തിലായിരിക്കും. യേശുനാമത്തെ തരട്ടെ, ഞാൻ പ്രാർത്ഥിക്കും. തരാതിരിക്കാനില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നും ആയിരിക്കത്തില്ല ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്നത്. പക്ഷെ ആ ചിന്ത വിട്ടുകളെ, ചിന്ത പറയണേ ഇല്ലില്ല, ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ പോവുക. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ അതിജീവിക്കുമ്പോൾ നമ്മുടെ സ്വഭാവം മാറും. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരിക്കുന്നത് നിങ്ങളൊക്കെയും ചിന്തിച്ചുകൊള്ളുവീൻ. അപ്പോൾ ബ്രദർ, ഈ പിശാചിന്റെ ചിന്തയൊക്കെ എങ്ങനെ അവസാനിപ്പിക്കുന്നത്? വെരി സിമ്പിൾ, വെരി സിമ്പിൾ. അതും കർത്താവ് എഴുതിയിട്ടുണ്ട്. മർക്കോസിന് സുവിശേഷം 16:17. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. അപ്പോൾ ഈ ചിന്ത വരുമ്പോ എങ്ങനെയാ കളയേണ്ടത്? യേശുവിന്റെ നാമത്തിൽ വിട്ടുപോക്കോളാൻ പറയണം. ഏതെങ്കിലും ഈ സംശയം, ഭയം, ഭാരം ഒക്കെ കയറി വരുമ്പോ യേശു നാമത്തിൽ ശാസിക്കണം, വിട്ടുപോക്കോളാൻ പറയണം. അങ്ങനെ നിങ്ങൾ നിരന്തരം വീണ്ടും ഞാൻ പറയാം, മറ്റൊരാൾ നന്നാക്കാൻ പോകുന്നതിൽ സ്വയം നന്നാകാനാണ് എളുപ്പം. മറ്റൊരാള് അയ്യോ എന്താ ബ്രദറെ അവരിങ്ങനെ ഇടപെടുന്ന നിൽക്കട്ടെ. ആദ്യം നമുക്കൊന്ന് മാറാം. ഏത് സാഹചര്യത്തിലും ഭയം വരാതെ, സംശയം വരാതെ, ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ ചിന്ത വരുമ്പോഴേ പിശാചിനെ യേശുനാമത്തിൽ ശാസിച്ച് പുറത്താകും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. കർത്താവിന് ഒരു സംശയവുമില്ല. യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് വീണ്ടും ജനിച്ച ദൈവത്തിലെ നിനക്ക് ചിന്തകളിൽ വരുന്ന പിശാചിനെ നിനക്ക് തീർക്കാൻ പറ്റും. യേശുനാമത്തിൽ വിട്ടുപോകാൻ പറയണം. അങ്ങനെ നിരന്തരം കൽപ്പിക്കുമ്പോൾ സാഹചര്യങ്ങളിലുള്ള പിശാചിന്റെ സാന്നിധ്യത്തെ തകർക്കാൻ പറ്റും. അങ്ങനെ സാധിക്കുമ്പോൾ അതൊരു സ്വഭാവമായിട്ട് വരും. പിന്നെ നീ ചെന്നാ മതി, പിശാച് വിട്ടുപൊക്കോളൂ. അതാ കർത്താവ് ഗദരദാസി എന്നപ്പോഴേ പിശാച് പറഞ്ഞു, അയ്യോ നീ വന്നോ? കർത്താവ് കൽപ്പിച്ചുമില്ല, ഒന്നും പറഞ്ഞില്ല, ചെന്നതേ ഉള്ളൂ. അയ്യോ ദേ ഞാൻ പോവാന്നേ എന്ന് എന്നെ കേൾക്കുന്നവരോട് പറഞ്ഞ ദൈവവേദന എന്ന് പറഞ്ഞാൽ ചിന്ത, വാക്ക്, പ്രവൃത്തി, സ്വഭാവം, ഡെസ്റ്റിനി. ഇവിടേക്കാണോ പോകുന്നത്? ഞാൻ വേഗത്തിൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൽ പ്രശ്നവും പ്രതികൂലവും ഒക്കെ വന്നോണ്ട് മഹത്തായ എന്റെ ദൈവത്തിന്റെ ക്യാൻവാസിലെ വെറും ഒരു ചിത്രമാണ്. അതിനകത്ത് ഇതെല്ലാം ഉണ്ട്. അടുത്തിരിക്കുന്നതിൽ പെട്ടുകൊണ്ട് ഒരു ചിത്രമാണ്. ഇതിനകത്ത് എല്ലാ കളറും ഉണ്ട്. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. നമ്മളെ ഈ കാറ്റ് വരുന്നത് മരത്തെ തകർക്കാനല്ല, മരത്തിന്റെ വേര് എത്ര താഴെ പോയിട്ടുണ്ടെന്നുള്ള അറിയാൻ വേണ്ടിയാ. നമുക്ക് വേറൊരാളെ നേരെയാക്കാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് സ്വയം നേരെയാകാൻ പറ്റും. ചിന്തകളെ നിയന്ത്രിക്കുക. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഇത് ഞാൻ അത് ഒന്ന് ഈ ഒരു വാക്കാണ് എനിക്ക് ഇന്ന് കിട്ടിയത്. അത് ഞാൻ അതിലേക്കൊന്ന് ഇടാൻ പോവുകയാണ്, ആഗ്രഹിക്കുകയാണ്. വാച്ച് യുവർ തോട്ട്സ്, for they will become your actions. Watch actions, they become your character. Watch character, they become your destiny. ഇന്ന് മലയാളികളല്ലാത്തവരും എന്നെ കേൾക്കുന്നുണ്ട്. അവരോട് ഇടയ്ക്ക് ഇംഗ്ലീഷ് വാക്കുകളും കൂടെ ചേർത്ത് പറയുന്നത്. ഇത് ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്തോളാം. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞാട്ട്, അങ്ങനെയാണെങ്കിൽ വാച്ച് യുവർ തോട്ട്സ് ദാറ്റ് ഇറ്റ് ബിക്കം യുവർ ഡെസ്റ്റിനി. അവസാനം ഡെസ്റ്റിനി. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ഒരു കാലത്തും പരാജയപ്പെടുന്നില്ല, ഒരു കാലത്ത് ലജ്ജിച്ചു പോകത്തില്ല. ചിന്തയിൽ ആ ജയം ഒന്ന് ഘോഷിച്ച്, യേശുക്രിസ്തുവിന്റെ നാമത്തിലെ ജയം ഒന്ന് ഘോഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ മാറാത്ത വിഷയങ്ങളില്ലെന്നേ. നിങ്ങൾ എന്ത് നിരന്തരം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു ആ വിത്ത് മാത്രമേ വളരത്തുള്ളൂ. ഈ കാറ്റിന്റെ ഒരു പ്രത്യേകത, കാറ്റ് വിത്തുകളൊക്കെ എടുത്തുകൊണ്ട് പറപ്പിച്ചു കൊണ്ടുപോയി എവിടെങ്കിലുമൊക്കെ നടും. ഇന്ന് ഈ കാറ്റാണ് ഈ സംസാരം. ഈ എന്റെ വാക്കുകൾ ഇന്ന് കാറ്റാണ്. ഈ ദൈവവചനം എടുത്തുകൊണ്ട് പറക്കുക. ഓസ്ട്രേലിയ മുതൽ അമേരിക്ക വരെ പറക്കുക ഈ വചനം. അവിടേക്ക് പറക്കുക. ചില ഹൃദയങ്ങളിലേക്ക് വിത്ത് വീഴാൻ പോവാം. വിത്ത് വീണ് നിങ്ങൾ പിന്നെ വെള്ളം ഒഴിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് വളരും. ഒന്നിനെ പറ്റിയും വിചാരപ്പെടണ്ട. ഡോണ്ട് വറി. ഒന്ന് പറഞ്ഞ ഡോണ്ട് വറി. പേടിക്കണ്ട. നീ ദൈവം വഴി തുറക്കും. ഇന്ന് നിങ്ങൾ പോകുന്നിടത്ത് ദൈവം വഴി തുറക്കുമെന്ന് വിശ്വസിക്കും. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ദൈവം വാതിൽ തുറക്കുമെന്ന് വിശ്വസിക്കും. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കുക. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം വെളിപ്പെടുന്നു. ഇന്ന് തലമുറകളിൽ അനുഗ്രഹം ഉണ്ടെന്ന്. നിങ്ങളുടെ കുടുംബത്തെ, ഭാര്യയെ, ഭർത്താവിനെ, കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് യേശുനാമത്തിൽ ഒന്ന് അനുഗ്രഹിച്ച് ഭക്ഷണം. ഭർത്താവ് ഒരു പക്ഷേ വിശ്വാസത്തിലൊന്നും അല്ലായിരിക്കും, ഇപ്പോഴും മദ്യപിക്കുന്ന വ്യക്തിയായിരിക്കും. വിട്ടുകളയരുത്. ദൈവം നിങ്ങൾക്ക് തന്നതല്ലേ. ആ കൊടുക്കുന്ന ഭക്ഷണത്തിൽ കൈവച്ചുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്തേ. ആ വെള്ളത്തിൽ ഒന്ന് തൊട്ട് അനുഗ്രഹിച്ചിട്ട് യേശു നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു.
അത് നിരന്തരം പറഞ്ഞു കഴിയുമ്പോൾ അതിന്റെ ഒരു അനുഭവം അവിടെ ഉണ്ടാകും. ഇന്ന് എന്നെ പല സഹോദരിമാരും പറയുന്നുണ്ട്, ഭർത്താവ് അനുകൂലിക്കുന്നില്ല, എതിരാണ്. പേടിക്കേണ്ടെന്നേ, ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ നിങ്ങൾ. അദ്ദേഹം കണ്ടോണ്ട് പോയി ഭക്ഷണത്തെ ഒന്ന് കൈവച്ച് ആർക്കും ഇഷ്ടമല്ല. കാണാതെ ഭക്ഷണത്തേനോട് ഭാര്യയല്ലേ അറ്റ്ലീസ്റ്റ് തൊടുന്നേ, ഒന്ന് തൊട്ടിട്ട് അനുഗ്രഹിച്ച് പറഞ്ഞു, യേശുവിന്റെ നാമത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ ഭക്ഷണം വെറും ഭക്ഷണമായിട്ട് മാത്രമല്ല, ഇതാ പിന്നെ മദ്യപാനത്തിനൊരു മരുന്നായി ചെല്ലട്ടെന്ന് വിശ്വാസത്തിലൊന്ന് കൽപ്പിച്ചു കൊടുത്തേ, അത്ഭുതം നടക്കും. ഒത്തിരി സാക്ഷ്യങ്ങൾ അതുപോലുണ്ട്. അപ്പൊ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. രാത്രി കിടന്ന് ഭർത്താവ് ഉറങ്ങുമ്പോൾ ശരീരത്തിൽ കൈവച്ചുകൊണ്ട് ഭാര്യ പ്രാർത്ഥിക്കണം. നടക്കും, അത്ഭുതം നടക്കും. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ നിങ്ങളുടെ നാവിന്റെ മേലെ അധികാരം ഇരിക്കുന്നു. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഭൂതങ്ങളെ അവർ പുറത്താവും. നിങ്ങളുടെ കുടുംബത്തിന്, കുടുംബജീവിതത്തിന്, തലമുറകൾക്ക്, വരുമാന മാർഗത്തിന്, ശുശ്രൂഷയ്ക്ക്, ആരോഗ്യത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാത്തിനെയും നമുക്ക് പുറത്താക്കാം. ഇന്ന് പകൽക്കാലം ഒന്നുകൂടെ വിശ്വസിച്ച് ഒന്നുകൂടെ വിളിച്ചു പറയാം, ബ്രദറെ, ആ പറഞ്ഞ വ്യക്തിയാണ് ഞാൻ, അതാണ് ആത്മീയൻ, ആ വ്യക്തിയാണ് ഞാൻ, ഒന്നും ഒരിക്കലും തടസ്സമാകത്തില്ല. പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് എന്ന കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് മാറ്റാൻ കഴിയാത്തതായിട്ട് ഒരു സാഹചര്യവും ഇല്ലെന്ന് തിരുവചനം പറയുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകളിൽ നിന്ന് ഞങ്ങളുടെ അത്ഭുതങ്ങൾ ഉളവാകുന്നു. യേശുനാമത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിൽ കടന്നു വന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഷൈൻ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുശേഷമുത്ത് സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേകർ തോമസ് ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അനേകർ ജോയിൻ ചെയ്തിട്ടുണ്ട്. യേശുനാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ദിവസം ഒരു അനുഗ്രഹമാകട്ടെ, ഉയർച്ച ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കുടുംബജീവിതം യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട്, തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടിട്ട്, വരുമാന മാർഗം അനുഗ്രഹിക്കപ്പെട്ട്, ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെട്ട്, ഇന്ന് കേൾക്കുന്ന മുഴുവൻ വ്യക്തികളുടെ ജീവിതത്തിലും ഭവനത്തിലുമുള്ള പിശാചിന്റെ ബന്ധനങ്ങളെ ഞങ്ങൾ യേശുനാമത്തിൽ അഴിച്ചു കളയുകയാണ്. വിട്ടുകളെ ദൈവപുത്രൻ വെളിപ്പെട്ടത് തന്നെ പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുവാൻ യേശുവിന്റെ നാമത്തിൽ ദൈവം തന്ന അധികാരം സ്വർഗരാജ്യത്തിന്റെ അവകാശത്തിൽ നിന്നുകൊണ്ട് ദൈവമക്കളാണെന്ന് ഞങ്ങൾ കൽപ്പിക്കുമ്പോൾ എല്ലാവരും ഒന്ന് കൽപ്പിച്ച്, നിങ്ങൾ വിശ്വസിക്കുന്നവർ കൽപ്പിച്ച്, ഈ ലൈവിൽ കൂടി കേൾക്കുന്നവരിൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടാൻ വേണ്ടി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ നടക്കട്ടെ, അനുഗ്രഹിക്കും. ഇപ്പോൾ തന്നെ യേശുനാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ, എല്ലാ വിഷയങ്ങളും മാറിപ്പോകട്ടെ, ഭാരങ്ങൾ മാറിപ്പോകട്ടെ, വഴികൾ യേശുനാമത്തിൽ തുറക്കപ്പെട്ട്, വാതിലുകൾ തുറക്കപ്പെട്ട്, അടയാളങ്ങൾ നടക്കട്ടെ, അനുഗ്രഹങ്ങൾ നടക്കട്ടെ, വെളിപ്പെടുത്തലുകൾ ഉണ്ടാകട്ടെ. യേശുവിനെ അബു ബ്രദർ ഓസ്ട്രേലിയയിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് യേശുനാമത്തിൽ അതൊരു പ്രോഫിറ്റിക്കലി കാണിച്ചു തന്ന ഓസ്ട്രേലിയയിൽ തൊട്ടിരിക്കുന്നത്, ഇനി അമേരിക്കയിലുള്ളത് ജോയിൻ ചെയ്യും യേശുനാമത്തിൽ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ഭൂലോകത്തെ മുഴുവൻ ദൈവ സാന്നിധ്യത്തിൽ നിറയ്ക്കണേ കർത്താവെ. കടന്നു വരുന്നവരുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യണമേ. അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ തന്നെ ആർക്കെങ്കിലും സംശയപ്പെടും, പ്രാർത്ഥിക്കുന്ന ബ്രദർ എങ്ങനെ അബു ബ്രദർ ജോയിൻ ചെയ്ത് അറിഞ്ഞു? പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടയ്ക്കണമെന്നുള്ളത് നമ്മുടെ ഒരു ആചാരം മാത്രമാണ്. കണ്ണടച്ചില്ലെങ്കിലും ദൈവ സാന്നിധ്യത്തിന് കുറവൊന്നുമില്ല. അതാണ് സ്വഭാവം. ആ സ്വഭാവം, ആത്മീയ സ്വഭാവം നമ്മൾ നേടിയെടുക്കണം. അതിനെപ്പറ്റി വരും ദിവസങ്ങളിൽ പറയാം. എന്തിന് കൈ ഉയർത്തി പ്രാർത്ഥിക്കണം, എന്തിന് മുട്ടുകുത്തി പ്രാർത്ഥിക്കണം, അതിന്റെ വ്യത്യാസം എന്താണ് നമുക്ക് കാണാം. പക്ഷെങ്കിൽ ടുഡേ ദിസ് ഈസ് ഗോയിങ് ടു ബി എക്സൈറ്റിംഗ് ഡേ. നിങ്ങൾ വിശ്വസിച്ചോ, ചുമ്മാ പൊക്കോ, യേശുനാമത്തിൽ പ്രാർത്ഥിച്ചോ, അത്ഭുതങ്ങൾ നടക്കും. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു, താങ്ക് യു. ഗോഡ് ബ്ലസ് യു.